നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം വിലക്കി. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി. മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞുതാഴ്ന്ന സംഭവത്തിൽ രണ്ടംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടി. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്കേർപ്പെടുത്തി. ഡീബാർ ചെയ്തതിനാൽ തുടർ കരാറുകളിൽ ഇനി പങ്കെടുക്കാനാകില്ല. കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ദേശീയപാതയിലെ അപാകതകളെക്കുറിച്ച് പരിശോധിക്കാൻ IIT വിദഗ്ധർ ഉൾപ്പെട്ട 3-അംഗ സമിതിയെ നിയോഗിച്ചു. അന്വേഷണ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ദേശീയപാതയിലെ അപാകതയിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതായി MP ET മുഹമ്മദ് ബഷീർ. വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ച കാര്യം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ പേരിൽ തുടർ നിർമ്മാണം അനന്തമായി നീണ്ടുപോകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം പരാതികളുള്ള മറ്റിടങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. കൂരിയാട് ദേശീയപാത തകർന്നതിന്റെ കാരണം പരിശോധിക്കുമെന്ന് കരാർ കമ്പനിയായ KNRC. ഓരോ വർഷവും പുതിയ നിർമ്മാണ രീതികൾ അവതരിപ്പിക്കാറുണ്ട്. കേന്ദ്രത്തിന്റെ വിലക്കുള്ളതിനാൽ ഇനി നാഷണൽ ഹൈവേ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും KNRC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി 24 പറഞ്ഞു. NHA have taken some action on that event. Many of that we have been given a show cause notice in which we will be addressing that. That every year the design team has visited and now the new concepts and designs are being worked out for that. Actually, what happened, the technical people will be able to tell you. മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്തെ DPRൽ അപാകതകളുണ്ടെന്ന് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും സ്ഥലത്ത് പരിശോധന നടത്തിയ NHA റെസിഡന്റ് എഞ്ചിനീയർ അറിയിച്ചു. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കുപ്പത്ത് പ്രതിഷേധിച്ച ജനങ്ങളുടെ ആശങ്ക ശരിവെക്കുന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ കുറ്റസമ്മതം. DPRൽ തന്നെ അപാകതയുണ്ടെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. വീടുകളിലേക്ക് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് ഒഴുക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണെന്ന് സ്ഥലം സന്ദർശിച്ച ദേശീയപാത അതോറിറ്റി വിദഗ്ധ സംഘം അറിയിച്ചു. In the meantime, we are planning to divert the other catchment area water to other way. We will find with the help of local panchayat people and other places where we can put the storm water. അതേസമയം ദേശീയപാതയുടെ മറുവശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് NHA പ്രതിനിധികൾ പറയുന്നു. കുന്നിടിച്ച ഭാഗവും റോഡും തമ്മിൽ ആവശ്യത്തിന് അകലമുണ്ടെന്നാണ് വിശദീകരണം. ഈ മാസം 27-നകം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം പുനരാരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പരിഹാരം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക പരിഹാരമാണ് അവരിപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി കുറച്ചും കൂടി ഡ്രെയിനേജ് ആഴത്തിൽ കുഴിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 27-ാം തീയതി വരെ നമ്മൾ നോക്കൂ. 27-ാം തീയതി കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും സമരത്തിലേക്ക് തന്നെ ഇറങ്ങും. പിലാത്തറയും കുപ്പവും അടങ്ങുന്ന റീച്ചിൽ നിർമ്മാണത്തിലുണ്ടായ അപാകതയിൽ പ്രതിഷേധിച്ച് DYFI മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ഓഫീസിലെ ചില്ലുകളും വാതിലും അടിച്ചു തകർത്തു. കണ്ണൂർ. ദേശീയപാതയുടെ തകർച്ചയിൽ പ്രതിസന്ധിയിലായ പൊതുമരാമത്ത് വകുപ്പിന് പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും. ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. പാതയിലെ കുഴപ്പങ്ങൾക്ക് കാരണം നിർമ്മാണം നടത്തുന്ന NHAയും കരാറുകാരുമാണെന്ന് MV ഗോവിന്ദന്റെ പ്രതിരോധം. ദേശീയപാതയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്തവർ തകർന്നതിന് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രധാന പ്രചരണ വിഷയമാകാനിരുന്ന ദേശീയപാതയുടെ തകർച്ച രാഷ്ട്രീയ പ്രശ്നമായി പരിണമിച്ചിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിൽ അഭിമാനം കൊണ്ടിരുന്ന പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് തകർച്ചയിൽ പ്രതിരോധത്തിലായത്.
പ്രതികരണം സമൂഹമാധ്യമ അക്കൗണ്ടിൽ ഒതുക്കിക്കൊണ്ട് മരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ മാറി നിൽക്കുന്നു. എന്നാൽ പ്രതിരോധത്തിലായ മരാമത്ത് വകുപ്പിനെ സംരക്ഷണ കവചം തീർക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇറങ്ങി. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണം NHAയും കരാറെടുത്തവരുമാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയും മരാമത്ത് വകുപ്പിന് പ്രതിരോധം തീർക്കുന്നു. അതിൻ്റെ ഉത്തരവാദി ആരാണോ നിർമ്മിക്കുന്നത് ആ നിർമ്മിക്കുന്ന ഏജൻസി തന്നെയാണ്. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അത് കോൺട്രാക്ട് കൊടുത്തതാണ്, വിവിധ റീച്ചുകളായിട്ട് കൊടുത്തതാണ്. ആ റീച്ചിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടത്തി നാഷണൽ ഹൈവേ 66 ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യപ്പെടും. ദേശീയപാത വികസനത്തിന് നേട്ടം അവകാശപ്പെട്ടവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇപ്പം ആരുമില്ല ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും തയ്യാറല്ല. ഇത് മുഴുവൻ നിരീക്ഷണം നടത്തി എല്ലാം പരിശോധിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും. അവരാരും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിന്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട്. യഥാർത്ഥ DPR ആർക്കോ വേണ്ടി മാറ്റിയതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു. ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെയാണ് DPR 1 മാറ്റി DPR 2, അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാകുമെന്നും മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം. NH66 വിശദീകരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിലവിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരം. വിദഗ്ധ സംഘം കാര്യങ്ങൾ പരിശോധിക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മറുപടി പറയും. ദേശീയപാതയ്ക്കായി സംസ്ഥാന സർക്കാർ പണം ചെലവിട്ട രാജ്യത്തെ ഏക പദ്ധതിയാണിത്. 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. പറഞ്ഞേ പറ്റൂ എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ പ്രതികരണം. റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരുക തന്നെ ചെയ്യും. NH66 അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടുപേർക്കും എല്ലാ കാലത്തും ഒരേ സ്വരം. UDFനും BJPക്കും ഒരേ സ്വരമാണ്. ആ തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ തീരുമാനം ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറാണെന്നുള്ള തീരുമാനമാണ്. സ്ഥലം ഏറ്റെടുക്കലിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനയോട് അനുകൂല നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. റീൽ മന്ത്രി എന്ന പരിഹാസത്തിനും മന്ത്രി മറുപടി നൽകി. ദേശീയപാതയിലെ വിവിധ ഇടങ്ങളിലുണ്ടായ വിള്ളലുകളിൽ UDFും BJPയും രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണെന്നും PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അടുത്ത റിപ്പോർട്ടിലേക്ക്. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുട്ടി കൊല്ലപ്പെടുന്നതിന് മുൻപ് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി കണ്ടെത്തൽ. ഡോക്ടേഴ്സ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 2.5 വയസ്സ് മുതൽ കുട്ടിയെ ഉപദ്രവിച്ചു വന്നിരുന്നതായി പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. വിവരം കുട്ടി അമ്മയോട് പറഞ്ഞതായും കുട്ടിയുടെ അമ്മ തന്നെ തല്ലിയതായും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. 4 വയസ്സുകാരി അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായി എന്ന വിവരം പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടത്തിനു പിന്നാലെ ഡോക്ടർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടിയുടെ പിതൃ സഹോദരനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി പ്രതി കുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി. വീട്ടിൽ ലഭിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താണ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചത്. കുട്ടി അമ്മയോട് ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ പ്രതിയെ തല്ലിയതായും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുണ്ടായിരുന്ന കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് പോലീസിനെ അറിയിച്ചത്. ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം മുന്നിൽ വെച്ച് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. രാത്രിയിൽ കുട്ടിയുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോകുന്ന സമയത്തായിരുന്നു പ്രതി കുട്ടിയെ കൂടുതലും ഉപദ്രവിച്ചിരുന്നത്. 10-ലധികം തവണ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായും പ്രതി മൊഴി നൽകി. കുട്ടി അമ്മയോട് പീഡന വിവരം പറഞ്ഞിരുന്നുവെങ്കിലും അമ്മ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്.
പോക്സോ ബാലനീതി നിയമപ്രകാരമാണ് നിലവിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന അമ്മ നൽകുന്ന ഓരോ മൊഴിയും കേസിൽ നിർണായകമാണ്. കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെയും ഉടനെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കേസ് അന്വേഷണം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് ആലുവ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. കുട്ടി പീഡനത്തിനിരയായ കാര്യങ്ങളിൽ അടക്കം പോലീസ് വ്യക്തത വരുത്തും. മാതാവുമായി അങ്കണവാടിയിലും ആലുവ മണപ്പുറത്തും മൂഴിക്കുളം പാലത്തിലും തെളിവെടുപ്പ് നടത്തും. ആദ്യം ഒരു മിസ്സിംഗ് കേസ്, പിന്നാലെ കൊലപാതകം. ഏറ്റവും ഒടുവിൽ ആ 4 വയസ്സുകാരി നേരിട്ട കൊടും ക്രൂരതയിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുകൾ കണ്ടെത്തി. ഇതോടെ പീഡനം നടന്നതായി ഉറപ്പിച്ചു. പോലീസിന് വിവരം നൽകി. കുട്ടി ഏറ്റവും അടുത്തിടപഴകിയിരുന്ന ബന്ധുക്കൾ ആരൊക്കെയെന്ന് അമ്മയോട് പോലീസ് ചോദിച്ചു. അച്ഛൻ്റെ 2 സഹോദരന്മാർ എന്ന് മൊഴി. തുടർന്ന് ഇന്നലെ 2 സഹോദരന്മാരെയും കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പിതാവിന്റെ ഇളയ സഹോദരൻ കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. ഏറ്റവും അവസാനം പീഡിപ്പിച്ചത് തിങ്കളാഴ്ച. താൻ കുട്ടിയോട് അമിത സ്നേഹം കാണിച്ചിരുന്നതിനാൽ ആർക്കും സംശയം തോന്നിയിരുന്നില്ലെന്നും പ്രതിയുടെ മൊഴി. കുട്ടിയുടെ അറിവില്ലായ്മയും വിശ്വാസവും ദുരുപയോഗം ചെയ്തായിരുന്നു പ്രതിയുടെ കൊടും ക്രൂരത. പീഡന വിവരത്തെക്കുറിച്ച് അറിവുണ്ടോ എന്ന് കസ്റ്റഡിയിലുള്ള അമ്മയോട് പോലീസ് ചോദിച്ചറിയും. ചെറിയച്ഛന്റെ കൊടും ക്രൂരതയിൽ നിന്ന് മകളെ രക്ഷിക്കാനാണോ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന സംശയവും പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. തിരികെ 24 റൗണ്ടപ്പിലേക്ക് അടുത്ത റിപ്പോർട്ട് കാണാം. പാക് അധീന കശ്മീർ കൈമാറുന്നതിനെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് ഇന്ത്യ. ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കാൻ തുർക്കി പാകിസ്ഥാനോട് ആവശ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുള്ള എംപിമാരുടെ പ്രതിനിധി സംഘങ്ങളുടെ വിദേശപര്യടനം തുടരുകയാണ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായുള്ള സഹകരണം തുടരുമെന്ന് ഇന്ത്യൻ പ്രതിനിധി സംഘത്തോട് UAE അറിയിച്ചു. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ടോക്കിയോയിൽ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തക്കേഷി ഇവായയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ റദ്ദായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നിന്നും ഒഴിഞ്ഞ ശേഷമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. हम लोगों ने पाकिस्तान को बताया, एक बार जब हमने उनको मारने के बाद बताया DGMO के तहत के मार्फत से कि हम लोगों ने ऑपरेशन सिंदूर के तहत आपके जो हमारा राइट टू रिस्पॉन्ड था वो हमने किया है और उसके बाद हमने बनाया, तो घटना के बाद बताया. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടികൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ശിവസേന MP ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന സംഘം UAE സഹിഷ്ണുതാ സഹവർത്തിത്വകാര്യ മന്ത്രി ഷെയ്ഖ് നെഹ്യാൻ ബിൻ മുബാറക് അൽ നെഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുവൈമി, നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കാബി എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തുടരുമെന്ന് ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുവൈമി പറഞ്ഞു. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തക്കേഷി ഇവായയുമായി കൂടിക്കാഴ്ച നടത്തി. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി യോഷിഹിഡ സുഗയുമായും പ്രതിനിധി സംഘം ചർച്ച നടത്തി. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിലേക്ക് തിരിച്ചു. ശശി തരൂർ, സുപ്രിയ സുലെ, രവിശങ്കർ പ്രസാദ്, വൈ ജയന്ത് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കും. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മണ്ണിലൊടുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായി. 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. ആക്രമണത്തിന് മുതിർന്നാൽ തക്കതായ മറുപടി ഇനിയും നൽകും. പാകിസ്ഥാനോടുള്ള ചർച്ച പാക് അധിനിവേശ കശ്മീരിന് വേണ്ടി മാത്രമായിരിക്കുമെന്നും ബിക്കാനീറിലെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. जो सिंदूर मिटाने निकले थे उन्हें मिट्टी में मिलाया है. പെഹൽഗാമിൽ മതം ചോദിച്ച് ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് രാജ്യം മറുപടി നൽകിയത് 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും നരേന്ദ്രമോദി. शोध प्रतिशोध का खेल नहीं, ये न्याय का नया स्वरूप है.
ये ऑपरेशन सिंदूर है. ആദ്യമായാണ് ഭീകരവാദികളുടെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ ആറ്റം ബോംബ് ഭീഷണിയിൽ ഇന്ത്യ ഭയപ്പെടില്ല. എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നോ അപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടു. അതിർത്തിക്കപ്പുറമുള്ള പാകിസ്ഥാന്റെ റഹീം യാർ ഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ICUവിലാണെന്നും പ്രധാനമന്ത്രി. ഇന്ത്യയുടെ രക്തം തൊട്ട് കളിച്ചതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു മോദിയുടെ ഓർമ്മപ്പെടുത്തൽ. ബിക്കാനീറിലെ വ്യോമതാവളവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. 24 ഡൽഹി. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 77.81 വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.88% കുറവ്. 30,145 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പരീക്ഷ എഴുതിയ 3,70,642 വിദ്യാർത്ഥികളിൽ 2,88,394 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. സയൻസ് വിഭാഗത്തിൽ 83.25%, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 69.16%, കൊമേഴ്സ് വിഭാഗത്തിൽ 74.21% പേരും വിജയിച്ചു. കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചത് 39,242 വിദ്യാർത്ഥികൾക്കായിരുന്നു. ഈ വർഷം അത് കുറഞ്ഞു. പരീക്ഷയിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. മുൻവർഷം ഇത് 78.69%. വ്യത്യാസം എന്ന് പറയുന്നത് 0.88% കുറവ്. 41 കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചു. വിജയശതമാനത്തിൽ കൂടുതൽ എറണാകുളം ജില്ലയും കുറവ് കാസർഗോഡ് ജില്ലയുമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്ത പരീക്ഷയായിരുന്നു. +1 അവർ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എന്തായാലും റിസൾട്ട് നോക്കുന്നവർ സാറ്റിസ്ഫൈഡ് ആണ്. കെമിസ്ട്രി കണ്ടപ്പം ബാക്കിയുള്ളതും കൂടെ ആ ഒരു ഭയങ്കര പേടിയായിപ്പോയി. അറിയാവുന്ന മാത്സ് കൂടി ഞാൻ നന്നായിട്ട് മാർക്ക് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഫുൾ A+ ഉണ്ടെന്നേ ഉള്ളൂ. മാർക്ക് അത്ര തൃപ്തയല്ല. ഞാൻ പല ടഫ് വാല്യുവേഷൻ ആണെന്ന് വിചാരിച്ചു, പക്ഷേ ലിബറൽ വാല്യുവേഷൻ ആയിരുന്നു. നന്നായിരുന്നു. 100 പേര് വിജയം കരസ്ഥമാക്കിയത് 57 സ്കൂളുകളാണ്. സർക്കാർ സ്കൂളുകളുടെ വിജയശതമാനം 73.23. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിജയം 70.06%. സേപ്പ് പരീക്ഷകൾ ജൂൺ 23 മുതൽ 27 വരെ നടക്കും. 24 തിരുവനന്തപുരം. തിരികെ വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് സമാപനം. കേരള പോലീസിനാണ് മികച്ച സ്റ്റാളിലുള്ള പുരസ്കാരം ലഭിച്ചത്. മെയ് 4 മുതൽ 10 വരെ 6 ദിനരാത്രങ്ങൾ കരിമ്പനകളുടെ നാട് ഉത്സവ തിമിർപ്പിലായിരുന്നു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ 1 ലക്ഷത്തിലധികം ചതുരശ്ര അടിയിൽ 200-ലധികം സ്റ്റാളുകൾ. അതിൽ സർക്കാർ വകുപ്പുകളുടെ 142 സ്റ്റാളുകൾ, വ്യാവസായികാടിസ്ഥാനത്തിലുള്ള 42 എണ്ണം. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും പാലക്കാടിനെ ശരിക്കും വരച്ചിടുകയായിരുന്നു. പക്ഷേ ഏവരെയും കണ്ണഞ്ചിപ്പിച്ചത് കേരള പോലീസിന്റെ സ്റ്റാളുകൾ തന്നെയായിരുന്നു. ആദ്യകാല ടെലികമ്മ്യൂണിക്കേഷൻ മുതൽ ഫോറൻസിക്, തോക്കുകളുടെ പ്രദർശനം എന്നിവ കാണാനും അടുത്തറിയാനും ആളുകൾക്ക് അവസരം. സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരള പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥരുടെ പ്രതിരോധ ക്ലാസും. അവരുടെ വീക്കർ പോയിന്റ് ചെവിയിൽ ആദ്യം അടിക്കുന്നു. ആ അടിയോട് കൂടിയിട്ട് അവരുടെ ബോധം പോയിട്ടുണ്ടാവും. പിന്നെ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് വിസ്മയിപ്പിക്കുന്ന പോലീസ് നായ്ക്കളുടെ പ്രകടനം തന്നെ. നിലവിൽ പാലക്കാട് ജില്ലയിൽ 10 ട്രാക്കർ ഡോഗാണുള്ളത്. 10 ഡോഗാണുള്ളത്. ഷൊർണൂർ 5 ഡോഗും
ഇവിടെ പാലക്കാട് സബ് ഡിവിഷനിൽ പാലക്കാട് 5 ഡോഗ് 2 വിങ്ങായിട്ടാണ് പ്രവർത്തിയെടുക്കുന്നത്. പാലക്കാട് ഹെഡ്ക്വാർട്ടറിൽ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറിൽ ഒരു സെക്ഷനും ഷൊർണൂർ സബ് ഡിവിഷൻ്റെ കീഴിൽ മറ്റൊരു സെക്ഷൻ. ഭയങ്കര റെസ്പോണ്ടാണ്. ആൾക്കാർ സെൽഫി എടുക്കാനായിട്ട് ഒത്തിരി പേര് വരികയാണ്. ആൾക്കാർ പറയുന്നത് ഒരു ഫിലിം സ്റ്റാറിനെ കൂടെ സെൽഫി എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇതിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നതിന് പ്രയോജനം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊരു അപകടം പറ്റിയാലും വലിയ സൈറൺ മുഴക്കി പാഞ്ഞെത്തുന്ന ഫയർഫോഴ്സിനും ജനങ്ങളോട് വിവരിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും എങ്ങനെ മനുഷ്യജീവൻ രക്ഷിക്കാമെന്നത് ആളുകളോട് കൃത്യമായി സംവദിക്കുന്ന രീതിയിലായിരുന്നു ഫയർഫോഴ്സിന്റെ സ്റ്റാൾ ഒരുക്കിയത്. ഞങ്ങൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഒരു റെസ്ക്യൂ മെത്തേഡാണ് നമ്മളിവിടെ നമ്മൾക്ക് ജനങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ഇതിന്റെ പേര് ചെയർനോട്ട് എന്നാണ്. അതായത് നമ്മൾ ആഴം കൂടിയ കിണറുകളിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്ന ഒരു രീതിയാണിത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ വിവിധ തരം കെട്ടുകളിൽപ്പെട്ട ഒരു കെട്ടാണ് ഈ ചെയർനോട്ട് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു ഡെമോ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഒത്തിരി പരിഭവവും പരാതികളും ഉണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണ് കാടും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടതെന്നാണ് വനം വകുപ്പ് അവരുടെ സ്റ്റാളിലൂടെ ആളുകളോട് സംവദിച്ചത്. ചെറു ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളും ഒക്കെയായി വനം വകുപ്പും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി. പരിസ്ഥിതിയെ സ്നേഹിക്കുക, പരിസ്ഥിതി വേണം, പരിസ്ഥിതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഈ പരിസ്ഥിതി നമ്മൾക്ക് പൈതൃകമായിട്ട് കിട്ടിയതല്ല, നമ്മളെ കുഞ്ഞുങ്ങളിൽ നിന്ന് കടമായിട്ട് കിട്ടിയതാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. എങ്ങനെ തിരിച്ചു കൊടുക്കണം? പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ആളുകളായി നിങ്ങൾ മാറട്ടെ. യോഗയും ആരോഗ്യ പ്രചാരണവുമായി നാഷണൽ ആയുഷ് മിഷന്റെ പ്രവർത്തകരും മേളയിൽ സജീവമായിരുന്നു. യോഗ നമുക്കിപ്പോൾ ജില്ലയിൽ സംസ്ഥാനത്ത് 700 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉണ്ട്. അതിൽ 54 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പാലക്കാട് ജില്ലയിലാണ്. 54 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ യോഗ ഇൻസ്ട്രക്ടേഴ്സ് അവരുടെ സേവനമുണ്ട്. കളിയാണ് ലഹരി എന്ന സന്ദേശമാണ് സംസ്ഥാന കായിക വകുപ്പ് എന്റെ കേരളം പ്രദർശന വിപണന മേള കാണാനെത്തുന്നവരോട് പറഞ്ഞത്. സ്റ്റാൾ വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒത്തിരി ഇവന്റ്സ് ഇങ്ങനെ സ്റ്റേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഈ ആർച്ചറി, ഡാർട്ട് ത്രോ, പിന്നെ നമ്മൾ അവിടെ BMIയുടെ അതൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി ആൾക്കാർ ഇൻട്രസ്റ്റ് എടുത്ത് വരുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. ഇത് അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് പിന്നെയും കുട്ടികളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വിപണനവും 6 ദിനരാത്രങ്ങളിൽ മേളയിൽ തകൃതിയായി നടന്നു. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമാപന സമ്മേളനം ഒഴിവാക്കിയിരുന്നു. മേളയിൽ മികച്ച സ്റ്റാളിനുള്ള പുരസ്കാരം നേടിയത് കേരള പോലീസ്. 2ാം സ്ഥാനം ലഭിച്ചതാകട്ടെ കേരള ഫയർഫോഴ്സിനും. ശ്രീകുമാരൻ, 24 പാലക്കാട്. KLM ആക്സിവ ഫിൻവെസ്റ്റ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച റോഡ് ഷോ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ് തിരുവനന്തപുരത്ത് സമാപിച്ചു. പൊതുജനങ്ങളിൽ സാമ്പത്തിക സാക്ഷരത വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്സിവ ഫിൻവെസ്റ്റ് സംസ്ഥാന തലത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം മേജർ രവി ഉദ്ഘാടനം ചെയ്തു. മുൻ MLA കെ ശബരിനാഥൻ മുഖ്യാതിഥിയായി. CEO മനോജ് രവി, റോഡ് ഷോ ക്യാപ്റ്റനും KLM ആക്സിവ ഫിൻവെസ്റ്റ് വൈസ് പ്രസിഡന്റുമായ VC ജോർജ് കുട്ടി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലെയും 75 കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് 2 ആഴ്ചയിലധികം നീണ്ട റോഡ് ഷോ സമാപിച്ചത്. 24 പൂർത്തിയാവുന്നു.